അതിന് ഡിമൺ സ്ലെയറിന്റെ മൂന്നിലത്തെ ആദ്യത്തെ പടമായിട്ടുള്ള ഇൻഫിനിറ്റി കാസ്റ്റൽ ആർക്കിന്റെ ഫസ്റ്റ് സിനിമ കണ്ടിരിക്കുകയാണ്. പടം ഒന്നും പറയല്ല, വേറെ ലെവൽ പടമാണ്. ആദ്യം തന്നെ പറയാണ്, ഈ പടം കാണുന്നെങ്കിൽ ഐമാക്സിൽ അല്ലെങ്കിൽ PXL കാണാൻ ശ്രമിക്കുക. കാര്യം ഇത് നോർമൽ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ രണ്ട് സൈഡിലെ കട്ടിക്ക് ബ്ലാക്ക് ബാർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സ്കോപ്പ് റേഷ്യോ ഫിലിം അല്ല ഇത്. അത് രണ്ട് സൈഡിലെ കട്ടിക്ക് ബ്ലാക്ക് ബാർ കാണും. നിങ്ങൾ ലോഗോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും രണ്ട് സൈഡിലെ കട്ടിക്ക് ഒരു ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലുണ്ട്. ട്രിവാൻഡ്രത്ത് എയർസ്പ്ലെക്സിലത്തെ രാവിലെ 7 മണിക്കുള്ള ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. FTFS അല്ല, FTFS രാവിലെ 4 മണിക്ക് കൊച്ചി കണ്ടിട്ടുണ്ടായിരുന്നു. പടത്തിന് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, പക്ഷേ ഒരു നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അതിന് ഫ്ലാഷ് ബാക്ക് ഒക്കെ വളരെയധികം വലിച്ചു നീട്ടിലായിരുന്നു. പക്ഷെ മാങ്കനെ വായിച്ചിട്ടുണ്ടായിരുന്നു. മാങ്കയിലൊക്കെ ടക്കടക്കെന്ന് കഴിയും, കാര്യം നമ്മൾ വായിക്കുകയല്ലേ എപ്പോഴും കഴിയും. പക്ഷേ ഈ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഭയങ്കര ലാഗായിരുന്നു. എന്ന് വെച്ചാൽ അത്യാവശ്യം ലാഗായിരുന്നു. അത് എന്തിനാണ് ലാഗ് എന്ന് വെച്ചാൽ ഒരു ടീമിനെ കൊള്ളാൻ പോകുമ്പോഴായിരിക്കും ഫ്ലാഷ് ബാക്ക് വരുന്നത്. അത് കുറച്ച് കല്ലുകടിയായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിന് തന്നെയായിരുന്നു. പിന്നെ അക്കാസിന്റെ ഫ്ലാഷ് ബാക്ക് 3/4 മണിക്കൂറുണ്ടായിരുന്നു. പടത്തിന്റെ ലാസ്റ്റ് സെക്കൻഡ് ഹാഫിലായിരുന്നു. ഓക്കെ, അടുത്ത പോസിറ്റീവിലോട്ട് പോകും. പോസിറ്റീവിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാഷർ ട്രെയിനിങ് ആക്കിന്റെ ലാസ്റ്റ് എപ്പിസോഡിൽ ഭയങ്കര ആനിമേഷൻ കിട്ടില്ലായിരുന്നു. അതിന്റെ എക്സ്ട്രീമാണ് ഈ പടത്തിൽ. നമ്മുടെ ഹാഷർ ട്രെയിനിങ് ആക്കിന്റെ ലാസ്റ്റ് എപ്പിസോഡ് എവിടെ എന്റേതോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സീൻ തൊട്ട് വേറെ ലെവലായിരുന്നു. ആ ഒരു ക്രൗഡ് കിഡിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എയ്ഡ്സിലത്തെ OD1 സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു OD1 അത്യാവശ്യം പാക്ഡ് ആയിരുന്നു. ഓഡിയൻസും വേറെ ലെവലായിരുന്നു. അവർ ഓരോ സിനിമ ഭയങ്കര എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഹാഷ്റസിന്റെ ഇൻട്രോ, സെനറ്റ്സുന്റെ ഇൻട്രോ ആയാലും പിന്നെ നമ്മളെ ഡിമൺസിന്റെ ഇൻട്രോ ആയാലും വേറെ ലെവലായിരുന്നു. തിയേറ്ററൊക്കെ പൂര പറമ്പായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഡിമൺ സ്ലെയറിന്റെ മൊത്തം മാങ്കയും കഴിഞ്ഞ വർഷം തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.5 വർഷത്തെ കാത്തിരിപ്പ് ഈ പടത്തിന് മേളിലുണ്ടായിരുന്നു. ഈ പടത്തിൽ എന്തൊക്കെയാണ് കവർ ആയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡിമൺ സ്ലെയറിന്റെ ഇൻട്രോ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം സ്ക്രീൻ ടൈം ഉള്ളത് നമ്മുടെ ടാൻജറയ്ക്കും ഗിയോയ്ക്കും പിന്നെ അക്കാസയ്ക്കും പിന്നെ പറയുകയാണെങ്കിൽ ഡോമയ്ക്കും ഷിനോബയ്ക്കും ആണ്. ഡോമ വളരെ കിഡിലായിരുന്നു. ഭയങ്കര ഫൺ ആൻഡ് കൂളായിരുന്നു ഓരോ സിറ്റുവേഷനും അവൻ ഹാൻഡിൽ ആയിട്ടുണ്ടായിരുന്നു. മാങ്ക വായിച്ചവർക്ക് മനസ്സിലായിരിക്കും അവന്റെ ക്യാരക്ടർ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. പിന്നെ പടം കണ്ടിട്ട് കരഞ്ഞു ചോദിക്കുകയാണെങ്കിൽ കരഞ്ഞില്ലെന്ന് തന്നെ പറഞ്ഞു. കാര്യം മാങ്ക വായിച്ച് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ സിനിമ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഫീൽ ആയില്ല. പക്ഷെ കൂടുതൽ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഫീൽ ആയിട്ടുണ്ടായിരുന്നു ആകാശയുടെ ഫ്ലാഷ് ബാക്ക് കണ്ടപ്പോൾ. പിന്നെ കൊക്കുഷിമ ജസ്റ്റ് വന്ന് പോകുന്നേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ഹാഷ്റസിനെ പറ്റി പറയാനും ഗെന്നി ആയാലും വിൻ ഹാഷർ ആയാലും മുയിച്ചിറോ ആയാലും ഇവരൊക്കെ ജസ്റ്റ് ഒന്ന് വന്ന് പോകുന്നല്ലാതെ പ്രോപ്പർ ഫൈറ്റ്സ് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അടുത്ത വരുന്ന 2 പടത്തിലാണ് ഇവരൊക്കെ നിറഞ്ഞാടാൻ പോകുന്നത്, അത് ഉറപ്പാണ്. പിന്നെ നെസുക്കും വളരെ സ്ക്രീൻ ടൈം കുറവാണ്. പിന്നെ നമ്മൾ ഉറക്കൂടാക്കി സെൻസായി ഒക്കെ ഉണ്ട് ഈ പടത്തിൽ. അത് മാങ്ക വായിച്ചവർക്ക് മനസ്സിലാവും, ജസ്റ്റ് ഒരു സീൻ മാത്രമേ ഉള്ളൂ. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ പടം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. കാര്യം എന്താ വെച്ചാൽ ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റുന്ന രീതി ആവുന്നതായിരിക്കും. കാര്യം മൊത്തം സ്പോയിലേഴ്സ് കൊണ്ട് നിറയുന്നതായിരിക്കും. ഇപ്പൊ പടം അവൈലബിൾ ആയിട്ടുള്ള ജാപ്പനീസ് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ തമിഴിലൂടെ കേരളത്തിലുണ്ട്. സോ പെട്ടെന്ന് നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ബെസ്റ്റ് തിയേറ്ററിൽ പോയി തന്നെ പടം എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ഞാൻ പറയുന്നത് പറ്റുന്നവർക്ക് മാത്രം ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. കാര്യം ഇത് ഐമാക്സിനും PXLനും വേണ്ടി എടുത്തിരിക്കുന്ന പടമാണ്. കാര്യം അല്ലാതെ തിയേറ്റേഴ്സിൽ കാണുകയാണെങ്കിൽ 2 സൈഡിലും കട്ടിക്ക് ബ്ലാക്ക് ബാർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് വലിയൊരു പാടായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും പടം പെർഫെക്റ്റ് കാണുന്നവർക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പടത്തിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒന്നും ഇല്ല. പിന്നെ ക്രെഡിറ്റ്സ് കാണിക്കുമ്പോൾ വേണമെങ്കിൽ ഇറങ്ങി പോകാം. പിന്നെ സിനിമയിലത്തെ ആനിമേഷൻ വേറെ ലെവലായിരുന്നു. സൗണ്ട് ട്രാക്കും അതിലൊക്കെ തന്നെ കിഡിലുമായിരുന്നു. ആകെ ഒരേ ഒരു നെഗറ്റീവ്, ആ ഫ്ലാഷ് ബാക്ക് കുറച്ച് ലെങ്തി കൂടിപ്പോയി. അത് ആകാശിൻ്റെതല്ല, മൊത്തത്തിൽ കുറച്ച് ഫ്ലാഷ് ബാക്സ് ഉണ്ട് എല്ലാവരും. അത് മാത്രം കുറച്ചൊന്ന് ലെങ്തി ആയിപ്പോയി. അല്ലാതെ നോക്കുകയാണെങ്കിൽ പടത്തിന് ആനിമേഷനിലും സൗണ്ട് ട്രാക്ക് ആയാലും പിന്നെ ആഡ് ഡെവലപ്മെന്റ്സ് ആയാലും എല്ലാം വേറെ ലെവലാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ പോയി തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണത്. സോ പെട്ടെന്ന് തിയേറ്റേഴ്സിൽ പോയി കാണാൻ ശ്രമിക്കുക. കിഡിലൻ സിനിമയാണ്, തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. ഈ പടത്തിൽ മെയിനായിട്ട് കാണിക്കുന്ന 3 ഫൈറ്റ് സീക്വൻസ് ആണ്. ഒന്ന് ഡോമ വേഴ്സസ് ഷിനോബോയും, പിന്നെ ടാൻജറോ ഗിയു ആൻഡ് വേഴ്സസ് അക്കാസയും, പിന്നെ ജെനൻസും പിന്നെ അവന്റെ സീനിയർ ആയിട്ടുള്ള ടീമുണ്ട് ഫൈറ്റും ആണ്. അവന്റെ പേരിനെ മറന്നുപോയി. സോ ഈ വർഷം ഈ പടമാണെങ്കിൽ അടുത്ത 2 വർഷം കഴിഞ്ഞ ശേഷം, അത് 2027 അടുത്ത പടം ഉള്ളത്. അതുകൊണ്ട് തന്നെ 2 വർഷത്തേക്ക് ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ തിയേറ്ററിൽ സിനിമ കയറിയപ്പോൾ ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് ഒരു എലമെന്റ് ഉണ്ടായിരുന്നു. വേറെ പോലെ ചെയിൻസോന്റെ ട്രെയിലർ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കിഡിലുമായിരുന്നു. അതിൽ ഡെഞ്ചിനെ മാക്കിബനെ കാണിക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, തിയേറ്റർ കൂവി ഇളിയായിരുന്നു. സോ പെട്ടെന്ന് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക. ഇനി നോക്കി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റ്സ് ഒക്കെ പെട്ടെന്ന് ഫുൾ ആവുന്നതായിരിക്കും. കാര്യം പടത്തിന് എങ്ങനെ പോയാലും പോസിറ്റീവ്സ് ആണ് വരാൻ പോകുന്നത്. കാരണം ഈ സിനിമ കൊടുക്കുന്ന പൈസക്ക് വേർത്താണ്. കാര്യം ആനിമേഷൻ, സൗണ്ട് ട്രാക്ക്, ആക്ഷൻ എല്ലാം ഉണ്ട് ഇതിൽ.